ഇതാണ് മുംബൈയിലെ കടൽ തീരത്ത് സിറ്റികളുടെ നിഴൽ കാണുന്നുണ്ട് കേട്ടോ. അതിൽ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെയാണ് പോകാറുള്ളത്. ഇത് കണ്ട അവിടെയാണ് മറ്റേ ഗണപതിനൊക്കെ കൊണ്ട് ഒഴുക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ. ഒരുപാട് ജനത്തിരക്കുകളുണ്ട്. ആളുകളൊക്കെ ഈ ടണലിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ റോഡ് എൻട്രി, മറൈൻ ഡ്രൈവ് ടു അമർസൺസ് ഗാർഡൻ, ഹാജി അലി ഓപ്പൺ ടൈമിംഗ് മൺഡേ ഫ്രൈഡേ. ഇന്നിവിടെ ഭയങ്കര തിരക്കാണ്. അതായത് പണ്ടത്തെ വണ്ടികളൊക്കെ എല്ലാം തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നതാണ്. കടലിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടൊക്കെയാണ് പറയുന്നത്. നേരെ പോയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട് തിരക്ക്. നമുക്കും പോവാം ആൾക്കാരുടെ കൂടെ. വാ കമോ. ഇവരൊക്കെ എല്ലാവരും എന്നെക്കാളും സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കാറ്. നടന്നെത്താൻ പറ്റില്ല. നമുക്ക് പയ്യെ പോകാം. നമുക്കിനി കുറച്ചൊരു മോളിൽ കൂടെ നടന്നേക്കാം. ഓക്കെ കയറും. സിറ്റിയുടെ കാഴ്ചകളൊക്കെ സിറ്റിയിൽ നിന്ന് പയ്യെ തീരത്താക്കി സൂര്യനൊക്കെ കടൽ തീരത്ത് സിറ്റി നേരത്തെ ടണല് കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ടണല് ഇതാണ്. ആ ടണലിൻ്റെ ഉള്ളിൽ പോയി നേരെ അതിൻ്റെ ഉള്ളിൽ പോകണം. ഫോൺ അത്ര വലിയ നല്ലതൊന്നും അല്ലാത്തതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ബോർഡ് കണ്ടു. ഈ നരിമാൻ പോയിൻറ്റും മന്ത്രാലയം എന്നൊക്കെ പറഞ്ഞു. അത് എൻ്റെ പഴയ ഷിപ്പിംഗ് കമ്പനിയുടെ ഓഫീസാണ്. SCA ഷിപ്പിംഗ് കോർപ്പറേഷൻ കാസർഗോഡ് നരിമാൻ പോയിൻറ്റ് മറ്റേ കളക്ടറേറ്റൊക്കെ പോലത്തെ സംഭവം. ഈ റോഡൊന്നും ഇങ്ങനെയല്ല കിടക്കുന്നത്. കിടക്കാണ്ട റോഡാണ്. അവിടെ വെച്ച് വണ്ടി തിരിച്ചു കിട്ടുന്നത്. അതിൻ്റെ അത്രയും കാര്യമായിട്ട് കിടക്കുന്നത്. ഇയാളെ വഴി ഇനിയോ നമുക്ക് ഇനിയും ആൾക്കാരുടെ ഇവിടെ എത്തിക്കാനൊക്കെ ഒരു ഗണപതിനെ കണ്ട് കട്ടയിട്ട റോഡിലൂടെയുള്ള യാത്ര. ഒരു മരം കിട്ടാം. അടിപൊളിയല്ലേ? നല്ല എസ്തറ്റിക്കും ഉണങ്ങിക്കൊണ്ടിരിക്കും. ആൾക്കാർ ഇവിടെ കൂടി മാത്രമല്ല കേട്ടോ. ആൾക്കാർ അപ്പുറത്തുകൂടി മഞ്ഞുണ്ട്. അപ്പുറത്തേക്ക് ഇവിടുന്ന് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അവിടെ നേരെ പോകും. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഇവിടെ ചെന്നാലും കാണും. ആൾക്കാരൊക്കെ ഇപ്പം ഈ ഇരിപ്പായി നടന്ന് തളർന്ന് ആൾക്കാരൊക്കെ ഇരിപ്പായി. തിരക്കുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. തിരക്കൊക്കെ തുടങ്ങുന്നുണ്ട്. നമുക്ക് തിരികെ ആൾക്കാരൊക്കെ ഇരിക്കാം. പുള്ളി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആലുവ മണപ്പുറം പോയിട്ടുണ്ട്? പോയിട്ടില്ല. എന്നാലും അതുപോലത്തെ പോയിപ്പോൾ പഠിക്കുന്നുണ്ട്. മണപ്പുറം കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ ഇതുവരെ വിളിച്ച് പറഞ്ഞ് തീർന്നില്ല. നല്ല ട്രാഫിക് ഉണ്ട്. മണപ്പുറം എന്ത് ചൂട്. ആദ്യം
വന്നിരുന്ന പിന്നെ പയ്യെ നിങ്ങളിത് കാണുന്നുണ്ട് ഒരുപാട് ആരണ്ടൊക്കെ ഗണപതിനെ ഇത് നോക്കിയാ നല്ല രസമുണ്ടാവും. വേറൊരു ക്യൂട്ട് ഗണപതിനെ കാണുന്നു. ഒരു കൂട്ടൻ ഗണപതി തിരക്കുണ്ട് കേട്ടോ. നല്ല ഇതുണ്ട് ആൾക്കാരുടെ അല്ലെങ്കിൽ കറുപ്പിക്കാൻ കുറവാണ്. ഒരു ഗണപതിനെ കൊണ്ടുവന്നുണ്ട്. കാണാത്ത നോക്കിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തായിട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ കൊണ്ടിട്ട് ഇറങ്ങാം. ഷൂവാണ് ഗൈസ്. അറിയില്ല ഗൈസ് ഷൂയുടെ അവസ്ഥ എന്താണെന്ന്. ഇതൊക്കെ കടന്ന് വേണം പോകണം ഗൈസ്. നോക്കട്ടെ എത്തുമോ നോക്കാം. ഇല്ലെങ്കിൽ ചെറിയാണെങ്കിൽ മാക്സിമം ഞാൻ അവിടെ നിന്ന് തിരിച്ച് വേറെ എന്തെങ്കിലും മതി ഉണ്ടാകും നോക്കും. സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. കാഴ്ചയിലേക്ക് കടന്നു വന്നാലും ഉണ്ടല്ലോ നല്ല ഇതാണ്. ഒരു ഗണപതി, 2 ഗണപതി, 3 ഗണപതി, 4 ഗണപതി, 5 ഗണപതി, 6 ഗണപതി, ബാക്കി ഗണപതിയിലേക്ക് ഇഷ്ടംപോലെ ഗണപതീസ് ഗൈസ്. ഒരു ഗണപതി മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങിപ്പോയി. നമുക്കതിന് മിസ്സായി. നമുക്കിന് അടുത്തത് ഇവിടെ കാറ്റുകൊണ്ടിരിക്കുന്നത് നമുക്കതിന് ഫോട്ടോസ് വേറെ ഗണപതീസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ തന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഗണപതീസൊക്കെ ക്യാമറ ഫ്ലാറ്റില്ലാത്ത അതിലിറക്കേണ്ടത് അത് നോക്കും. അങ്ങോട്ടേക്ക് ഇനി ഇറങ്ങാൻ പറ്റില്ല. അത്യാവശ്യം വെള്ളവും ചെളിയൊക്കെ അവിടെ മിക്സറാണ്. ഇനി പോയി കഴിഞ്ഞാൽ നല്ല ഷൂ കളറിനെ മടുക്കും. സോ നമുക്കിതിന് ഇവിടെ വെച്ച് വന്ന് പോയിക്കാനിട്ട് ഇത് അടുത്ത എൻ്റെ സ്ഥാനത്ത് പേര് കണ്ടിട്ടുണ്ട്. പേരൊരു ചരിച്ച് മോഹൻലാലിൻ്റെ സ്റ്റേഡിൽ ഒരു ഇത് വന്നുണ്ട്. പിന്നെ പുറത്തോടുന്നത് തിരിക്കുന്നുണ്ട്. അടുത്തത് ഇത് മത്സരിച്ച് ഇറങ്ങാൻ പോയിക്കുന്നുണ്ട്. പരിസ്ഥിതിക്ക് ഗണപതിയുണ്ട്, കാറ്റുകൊണ്ടിരിക്കുന്ന ഗണപതിയുണ്ട്, ഗൈസ്. ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു ഗൈസ്. ചെളിയും കാര്യങ്ങളൊന്നും അല്ല. അതേ ഗണപതി മറ്റേ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടേ ആ മണ്ണ് കൊണ്ടുണ്ടാക്കി ഗണപതിയായിട്ട് പൊടിഞ്ഞ് ഒടിഞ്ഞിറക്കണം. തലയാണ് കാലാണ് മനസ്സിലാവും. വേറെ നോക്കിക്കുന്നത് മറ്റേത് ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട്. കയ്യാറ്റുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഈ വർഷങ്ങളായിട്ട് തന്നെ പരിപാടി നടന്നിട്ട് ഇവിടെ വേറെ തലമുറയുടെ ഗണപതിയുടെ തലയൊക്കെ ഉണ്ടാവും. ഓരോ ഗണപതിയൊക്കെ ഉണ്ട്.
ഗണപതിയുടെ ഇവന്മാരുണ്ടാക്കുന്ന സാധനം തന്നെ ചെയ്യേണ്ടി വന്നു. ഞാൻ വിചാരിച്ചു കുറ്റം പറയാൻ പറ്റില്ല. ഫൈനലി നമ്മൾ കാറ്റുള്ളതല്ല കേട്ടോ വെച്ചാൽ അതേ പാമ്പില്ലേ അതാണ് അടിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി അതിൻ്റെ അടുത്തെത്തി ഗൈസ്. നടുക്ക് തന്നെ ഒരു പാമ്പ് തലാത്തേക്കുണ്ട്. കഥ എന്താണെന്ന് വൈകിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് കൊള്ളാം അല്ലേ? ചെറിയൊരു പ്രശ്നമായിട്ടാണ് ഇത്. മറ്റേ പൊന്നാടേക്കാണ് പൊന്നാടേക്കാണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ആചാരം കാര്യങ്ങളൊക്കെയാണ് കുളത്തിൽ ഓടിക്കുന്നത്. ഇതിൻ്റെ ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അടുത്തത് വേറൊരു ഗായ്സ്. ഇവിടെ വേറെ സൈഡ് എറിഞ്ഞിട്ടൊരു ഗണപതി തന്നിട്ടില്ല. സൈഡ് എറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗണപതി ഇതാണ്. ഒരു ഐശ്വര്യം എനിക്കെന്തോ ഓക്കെ ഒരു ഫീൽ കിട്ടും. സൈഡ് എറിഞ്ഞിട്ടുള്ള ഗണപതി ഒരു ആക്ഷൻ ഗണപതി. ഈ ഗണപതിയുടെ താഴെ മയിലാണ്. മയില അവിടെ ഇട്ടങ്ങനെ കൂട്ടത്തിൽ പിന്നെ സൈഡിൽ മഴയൊക്കെ പിടിച്ചിട്ടൊക്കെ ഗണപതി സ്റ്റൈലിഷ്. ഞാൻ ഈ ഗണപതിനെ ആന്ധ്രയിൽ കണ്ടിട്ടുണ്ട്. അനുശാനത്ത് പഠിക്കുന്ന സമയത്ത് ഈ ഗണപതിനെ ആന്ധ്രയിൽ കണ്ടിട്ടുണ്ട്. വേറെ ഗണപതീസൊക്കെ ഉണ്ട്. പിന്നോട്ടം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BJP-ക്കാരുടെ ഹിന്ദു രാഷ്ട്രീയം. അയ്യോ, നമ്മളൊരു ഗണപതിനെ വിട്ടുപോയി. അത് ഇറങ്ങിപ്പോയി ഗൈസ്. മറ്റേ നേരത്തെ അവിടെ വെച്ച് കണ്ടില്ല ഒരു നീളമുള്ള ഗണപതി. മറ്റേ ഈ ഗണപതിയുടെ കൂട്ടുകാരൻ അവരുണ്ടായ ഗണപതി അത് ഇറങ്ങിപ്പോയി. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നതേ വേറൊരു മാനൊക്കെ വെച്ചിട്ടുള്ളൊരു ഗണപതി ഉണ്ട്. മാൻ മറ്റേ അതുപോലത്തെ ഒരു ഇത് കൊള്ളാം. കയ്യിൽ തീപ്പന്തൊക്കെ ഇട്ട് മാൻ മറ്റേ എന്താ അതിൻ്റെ പേര് മറ്റേ ചെമ്മരയാണ്. മറ്റേ ഇതില്ലേ വളഞ്ഞ കൊമ്പൊക്കെ ഉള്ള ഒരു മാൻ പോലത്തെ ഒരു ആട് പോലത്തെ ഒരു ജീവി മനസ്സിലാവുന്നില്ല. അതുകൊണ്ടൊക്കെ നേരത്തെ പറഞ്ഞ ഹിന്ദു രാഷ്ട്രീയ ഗണപതി ഉണ്ട്. പക്കത്തെ ഇവിടെ സ്റ്റേഡിയമൊക്കെ ഉണ്ടാവും. കെട്ടിടമൊക്കെ പണിയൊക്കെ കിടക്കാണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോസിലൊക്കെ. ഇവിടെ നേരത്തെ ഗണപതി അതിൻ്റെ അപ്പുറത്ത് ഗണപതി കിരീടം സിംഹാസനത്തിലേക്ക് ഗണപതി അതിൻ്റെ അപ്പുറത്ത് തിരികുന്ന ഗണപതി ഒരേ കാണണം. കാറ്റുകൊണ്ടിരിക്കുന്ന ഗണപതി ഒരു ഗണപതി വരുന്നുണ്ട് ഗായ്സ്. നോക്കിയത് നോക്കട്ടെ ആൾക്കാർ പൊക്കിക്കൊണ്ടുവല്ലേ. ചെരുപ്പിട്ടുള്ള റബ്ബർ ചെരുപ്പിട്ടുണ്ടെല്ലാം വന്നാൽ നല്ല ചെടിയാണ് അവിടെ. കാട്ടുകൊടുക്കുക അതൊരു വൃത്തിയായിട്ട് കാലിൽ ശരിയാക്കി മുംബൈയിലെ തീരത്തെ പോലും തൊടാനായിട്ട് ഇത് റോക്കിലാണ് പറയുന്നത്. ഈ സൺസെറ്റ് കണ്ടിട്ടുണ്ടോ ഗായ്സ്? മുംബൈയിലെ സൺസെറ്റ്, സിറ്റികളുടെ ഇടയിലൂടെയുള്ള സൺസെറ്റ്
ഞാൻ ബൈ പറയുകയാണ്. എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു വൈബ് അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. സോ ഫൈനലി ഷൂട്ടിങ് ആദ്യം കണ്ടൊരു ഗണപതി അവിടെ ഉണ്ട്, ഇറങ്ങിയിട്ടില്ല. പിന്നെ അതിനായിട്ടുള്ള മറ്റേ ഗണപതി കാട്ടുന്നതൊക്കെ പറഞ്ഞു ഗണപതി ഉണ്ട് അവിടെ. പിന്നെ അതിനായിട്ട് നീളമുള്ള ഗണപതി ഉണ്ട്, പിന്നെ അതിന് ടിച്ചൊരു ഗണപതി ഉണ്ട്, പിന്നെ മറിഞ്ഞ് വീണൊരു ഗണപതി ഉണ്ട്, പിന്നെ അതിൻ്റെ നേരത്തെ ഞാൻ പേടിച്ചു പോയ ഒരു ഗണപതി ഉണ്ട്, അതിൻ്റെ മുന്നേ വന്ന ഗണപതി ഉണ്ട്, അടുത്തൊരു ഗണപതി വരുന്നുണ്ട്, പിന്നെ അടുത്തൊരു രാജസിംഹാസനത്തിലിരിക്കുന്ന ഒരു ഗണപതി ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നുണ്ടോ ക്യാമറയുടെ ക്ലാരിറ്റി സോളമാണ്. അഡ്ജസ്റ്റ് ചെയ്യൂ ഗൈസ്. സോ വൈൻഡിങ് അപ്പ് ദ സൺസെറ്റ് ഹിയർ. എനിക്കൊന്ന് മറ്റേ ടൈം ലാപ്സ് എടുക്കണമെന്നില്ല, പക്ഷേ കൈവേദന എടുക്കാം. സോ വൈൻഡിങ് അപ്പ്. See you until next video. Bye bye.